എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11 ശ്ലോകം 42 മുതൽ 49 വരെ 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 11ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. യത് ഇഷ്ടതമം ലോകേ തച്ചാദിപ്രിയമാത്മനഃ തത്തത് നിവേദയൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. ലോകത്തിൽ ശ്രേഷ്ഠമായതും തനിക്ക് വളരെ പ്രിയപ്പെട്ടതുമായ പദാർത്ഥങ്ങള് എനിക്കായിക്കൊണ്ട് സമർപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നവന് അനന്തമായ ഫലം ലഭിക്കും. സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവ ഘം മരുജ്ജലം പൂരാത്മാ സർവഭൂതാനി ഭദ്രാ പൂജാപദാനി മേ. ഇതുവരെ ഭജനക്രമം പറഞ്ഞു. ഇനി പൂജിക്കാനുള്ള 11 സ്ഥാനങ്ങൾ പറയുകയാണ്. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, പശുക്കള്, വിഷ്ണുഭക്തൻ, ആകാശം, വായു, ജലം, ഭൂമി, ആത്മാവ്, സമസ്ത ഭൂതങ്ങൾ ഇവയെല്ലാം എന്റെ ഭദ്ര പൂജാസ്ഥാനങ്ങളാകുന്നു. സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവഖം മരുജ്ജലം ഭൂരാത്മാ സർവഭൂതാനി ഭദ്രപൂജാവദാനി മേ. ഇതുവരെ ഭജനക്രമമാണ് പറഞ്ഞത്. ഇനി പൂജിക്കാനുള്ള 11 സ്ഥാനങ്ങൾ പറയുന്നു. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, പശുക്കള്, വിഷ്ണുഭക്തൻ, ആകാശം, വായു, ജലം, ഭൂമി, ആത്മാവ്, സമസ്ത ഭൂതങ്ങൾ ഇവയെല്ലാം എന്റെ ഭദ്രപൂജാസ്ഥാനങ്ങളാകുന്നു. ഇവയിലൊക്കെ ഞാൻ പ്രത്യക്ഷ സ്വരൂപനായി വസിക്കുന്നതിനാൽ ഹേ പൂജ്യ, ഇവ ഉത്കൃഷ്ടാധിഷ്ഠാനങ്ങളാണ്. സൂര്യേതു വിദ്യയാത്രയ്യ ഹവിഷാഗ്നോ യജേതമാം ആദിത്യേനതു വിപ്രാഗ്രേ ഗോഷ്വംഗ യവസാദിന. അധിഷ്ഠാന ഭേദം അനുസരിച്ച് പൂജാസാധനങ്ങളുടെയും ഭേദം വിവരിക്കുകയാണ്. സൂര്യനിൽ വേദം കൊണ്ട് പൂജിക്കണം. സൂര്യനെ നോക്കി അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് സൂക്തങ്ങൾ ജപിക്കുന്നത് തന്നെ പൂജ. അഗ്നിയില് ആജ്യാദികൾ കൊണ്ടും ബ്രാഹ്മണനെ സൽക്കരിക്കുന്നത് കൊണ്ടും പശുക്കൾക്ക് പുല്ലും വെള്ളവും കൊടുക്കുന്നത് കൊണ്ടും ആ സ്ഥാനങ്ങളിൽ വസിക്കുന്ന എന്നെ പൂജിച്ചതായിട്ട് അറിയണം. വൈഷ്ണവേ ബന്ധു സൽകൃത്യ ഹൃദിഖേ ധ്യാനനിഷ്ഠയാ വായൗ മുഖ്യധിയാതോയേ ദ്രവ്യൈ തോയ പുരസ്കൃതൈഹി. വിഷ്ണുഭക്തനെ സ്വന്തം ബന്ധുവിനെ പോലെ മാനിക്കുന്നത് കൊണ്ടും ഹൃദയാകാശത്തിൽ എന്റെ രൂപം ധ്യാനിക്കുന്നത് കൊണ്ടും വായുവിൽ സർവപ്രാണസ്വരൂപനാണെന്നുള്ള മുഖ്യ വിചാരം കൊണ്ടും വെള്ളത്തിൽ ഗന്ധപുഷ്പാദികൾ കൊണ്ട് അർച്ചിക്കുന്നതായാൽ ആ സ്ഥാനങ്ങളിലിരിക്കുന്ന എന്നെ പൂജിച്ചതായി ധരിക്കണം. ഥണ്ഡിലേ മന്ത്രഹൃദയൈ ഭോഗൈ ആത്മാനമാത്മനി ക്ഷേത്രജ്ഞം സർവഭൂതേഷു സമത്വേന യജേതമാം. നിലത്ത് രഹസ്യമന്ത്രങ്ങൾ എഴുതി അതിന്മീതെ അർച്ചിക്കുന്നത് കൊണ്ടും ആത്മാവിൽ ശാസ്ത്രവിഹിതമായ സുഖാനുഭവങ്ങൾ കൊണ്ടും സകല പ്രാണികളിലും സമഭാവന കൊണ്ടും സർവസാക്ഷിയായി സർവത്ര വസിക്കുന്ന എന്നെ പൂജിക്കണം. ധിഷ്ണേഷ്വോഷിതി മദ്രൂപം ശംഖചക്രഗദാംബുജൈ യുക്തം ചതുർഭുജം ശാന്തം ധ്യായന്നർച്ചേൽ സമാഹിത. അങ്ങനെ മുൻപ് പറഞ്ഞ പോലെ സൂര്യാദിസ്ഥാനങ്ങളില് ശംഖം, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവകളാൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന 4 കൈകളോടുകൂടിയും ശാന്തമായും ഇരിക്കുന്ന എന്നെ ഏകാഗ്രചിത്തനായി ധ്യാനിച്ചുകൊണ്ടും പൂജിക്കണം.
ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിത ലഭതേ മയി സൽഭക്തിം മത്സ്മൃതി സാധുസേവയാ. ഇഷ്ടം എന്ന് പറയപ്പെടുന്ന വേദോക്ത യാഗാദികൾ കൊണ്ടും പൂർത്തം എന്ന് സ്മൃതിയിൽ പറയപ്പെടുന്ന അന്നദാനാദി ക്രിയകൾ കൊണ്ടും ശ്രദ്ധയോടുകൂടി ഏതൊരുത്തൻ എന്നെ യജിക്കുമോ അവന് സാധു സംസർഗത്തിന് ഇടവരും. അത് നിമിത്തം എന്നിൽ ശുദ്ധ ഭക്തി ഉണ്ടാവും. അവൻ എപ്പോഴും എന്നെ സ്മരിക്കും. അതിനാൽ എന്റെ പൂജ സാധു സന്ദർശനത്തിനും ഭക്തിക്കും കാരണമാകുന്നു. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ നോപായോ വിദ്യതേ സദ്രംഗ് പ്രായണം ഹി സതാമഹം. അങ്ങനെ ഭക്തിയോഗവും ജ്ഞാനയോഗവും ഈ അധ്യായത്തില് പറഞ്ഞു. ജ്ഞാനമാർഗത്തിൽ സ്ഥിരനായിരിക്കാൻ വളരെ പ്രയാസമുണ്ട്. അതിനാൽ ഭക്തിമാർഗം തന്നെ ഏവർക്കും ഉപകരിക്കുന്ന ശ്രേഷ്ഠമായ എളുപ്പവഴി എന്ന് ശ്ലോകത്തിൽ പറയുന്നു. സജ്ജനങ്ങളോടുള്ള ചേർച്ചയാൽ സിദ്ധിക്കുന്ന ഭക്തിയോഗം കൊണ്ടല്ലാതെ എന്നെ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയില്ല ഉദ്ധവ. സത്തുക്കളുടെ പ്രാപ്യസ്ഥാനം ഞാൻ തന്നെയാകുന്നു. അവരെപ്പോഴും എന്നെ ശരണം പ്രാപിച്ചിരിക്കും. അവരോട് സംസർഗമുണ്ടാകുമ്പോൾ ആ വിധം ഗുണം സിദ്ധിക്കും. അതിനാൽ ഭക്തിയുടെ അന്തരംഗ സാധനം സത്സംഗം തന്നെ. അഥൈതൽപരമം ഗുഹ്യം ശൃണ്വതോ യദു നന്ദന സുഗോപ്യമപി വക്ഷ്യാമി ത്വം മേ ഭൃത്യ സുഹൃൽ സഖാ. സാഖ്യം, യോഗം, ജ്ഞാനം മുതലായവ സമ്പാദിക്കാൻ മറ്റു സാധനങ്ങളുടെ അപേക്ഷയുണ്ട്. ഫലസിദ്ധിയില് ഉറപ്പും ഇല്ല. വിഘ്നം വേഗത്തില് സംഭവിക്കാം. സത്സംഗം തന്നെയാണ് സ്വാധീന മാർഗം. ഫലത്തിൽ സ്ഥിരതയുണ്ട്. ഉദ്ദിഷ്ടകാര്യം സാധിപ്പിക്കുന്നതിൽ സമർത്ഥവുമാണ് എന്ന് കാണിക്കുകയാണ്. അല്ലയോ യദുകുലശ്രേഷ്ഠ, പരമഹൃദ്യമായ സംഗതി ഇനി നിന്നോട് പറയാം. ഞാൻ ഉപദേശിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന നീ എന്റെ ഭക്തനും ശുദ്ധ അന്ധകരണനും ഇഷ്ടനുമാകുന്നതിനാൽ പരമരഹസ്യത്തെ നിന്നോട് പറയാം. അത്രയും ഭഗവാന് ത്വമ്മേ ഭൃത്യ സുഹൃത്ത് സഖ, പ്രിയപ്പെട്ടവനാണ് ഉദ്ധവൻ. അതുകൊണ്ട് ഭഗവാൻ പറയണം, നീ ശുദ്ധാന്തകരണനായതുകൊണ്ട് നിനക്കിതെല്ലാം ഞാൻ ഉപദേശിച്ചു തരാം. ശ്രദ്ധയോടെ കേൾക്കൂ. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശ സ്കന്ധേ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 11ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.